150 പേരുണ്ടായിരുന്ന ജിമ്മ് 15 പേരായിട്ട് കുറയാനുള്ള ഏക കാരണങ്ങൾ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉറപ്പായിട്ടും ആളുകൾക്കുണ്ടായിട്ടുള്ള ഭയപ്പാടായിരിക്കും. കാരണം 150 പേരുള്ള ജിമ്മ് നടത്തുന്ന ഒരാൾ അയാൾ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കും, അയാൾ ആലോചിക്കില്ലേ എൻ്റെ ബിസിനസ് എന്തായിരിക്കും, എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഞാൻ ഇടപെടുന്ന സ്ഥലം, അവിടുത്തെ ആൾക്കാരുടെ ഫീൽ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ ഒരു മനുഷ്യനൊരു കാര്യത്തിലേക്ക് ഇൻ ചെയ്യുക. അപ്പോൾ അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നിൽക്കുന്ന സ്ഥലം, എൻ്റെ അങ്ങാടി, എൻ്റെ ജിമ്മ്, അവിടെ വരുന്ന ആൾക്കാർ, അവരുടെ പ്രതിനിധാനമായ ഞാൻ ഈ വിഷയത്തിൽ ആക്രമിക്കപ്പെടുന്ന മുസ്ലിം വൃദ്ധൻ്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് കോൺഫിഡൻസ് എവിടെ നിന്ന് വരുന്ന ഒറ്റയ്ക്കുണ്ടാവുന്ന ഒന്നല്ല, അയാൾ നിൽക്കുന്ന ഒരു പരിതസ്ഥിതി സൃഷ്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ അയാളുടെ കോൺഫിഡൻസ് എന്തായിരുന്നു, ഇവരൊക്കെ എൻ്റെ കൂടെ കാണും, ഈ സ്ഥലം എൻ്റെ കൂടെ കാണും എന്നുള്ളതാണ്. അത് അയാൾ മനസ്സിലാക്കിയിട്ടുള്ള ബോധ്യമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർ പിൻവാങ്ങിക്കളഞ്ഞു. അതെന്താണ്, അതിന് ഒറ്റ കാരണം ഉണ്ടാവുള്ളൂ, അത് പേടിയായിരിക്കും. കാരണം ഈ ജിമ്മ് ആക്രമിക്കപ്പെടാം, അവിടെ പോകുന്ന ആൾക്കാരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാം. ഈ പറയുന്ന സംഘപരിവാര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വൃത്തികെട്ട ആക്രമണത്തിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാത്ത ഒന്നാണ്. ഒരു തത്വദീക്ഷയും അതിനില്ല. നോക്കൂ, ഒരു മനുഷ്യൻ 10-40 വർഷമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു കടയുടെ പേര് ബാബാ സ്റ്റോർ എന്നാണ്. ആ ബാബാ സ്റ്റോർ എന്നുള്ള പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വൈതാളിക കൂട്ടം വരുന്നു. ആ വൈതാളിക കൂട്ടത്തെയാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ സംരക്ഷിക്കേണ്ടതെന്ന് പറയാൻ ഒരു മടിയുമാർക്കില്ല. ഈ പറയുന്ന അവിടുത്തെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി അടക്കമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വെറുപ്പ് പബ്ലിക്കായി പ്രസംഗിച്ച ആളെന്നാണ് ഹേറ്റ് ലാബിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. അപ്പോൾ അത് ഇപ്പോൾ ഹിന്ദുക്കളെന്ന് അവകാശപ്പെട്ട് വരുന്ന ഈ വൈതാളിക കൂട്ടത്തിന് എവിടെയും ഇടിച്ചു കയറി ഒരു ലോജിക്കുമില്ലാത്ത എന്താവശ്യവും ഉന്നയിച്ച് മുസ്ലിം രൂപികളാണെങ്കിൽ അവരെ ആക്രമിക്കാനുള്ള അവകാശമുണ്ടെന്ന് സ്ഥാപിക്കാനാണ് ഇവന്മാർ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ശ്രമം എന്ന് പറഞ്ഞാൽ അതിനെ ചെറുക്കുന്ന ആരെയും അവർ ആക്രമിക്കും. അത് ദീപക്കായാലും ദീപക്കിനെ പിന്തുണയ്ക്കുന്നവരെയും എല്ലാം അവർ ആക്രമിക്കും. ആ ഭയപ്പാട് സ്വാഭാവികമായിട്ടും ആൾക്കാരെ ബാധിച്ചിട്ടുണ്ടാകും. ഒരു ഘടകം അതാണ്. രണ്ടാമത്തെ ഘടകം, ഈ പറയുന്ന സംഗതി ഉള്ളിൽ ടച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരും കാണും. നമ്മളിപ്പോൾ ഈ ദേവഭൂമി എന്നൊക്കെ പറയുമ്പോഴും അതിനെ സമ്പൂർണ്ണമായും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം സംഘപരിവാർ വളരെ ആസൂത്രിതമായും വളരെ എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ആ നിലയ്ക്കുള്ള സ്വാധീനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ കാണുന്നതിനകത്ത് ഏറ്റവും വലിയ കാര്യം. നമ്മൾ പ്രതീക്ഷിച്ച ഒന്നാണ് അയാളെ ജിഹാദിയായിട്ട് മുദ്രകുത്തുക, പാകിസ്ഥാൻ ഏജൻറ്റായിട്ട് പറയുക, നാട് കടത്താൻ വേണ്ടിയുള്ള ആക്രമണം ഉണ്ടാവുക. നമ്മളിപ്പോൾ ജാർഖണ്ഡിലേക്ക് പോയാൽ അങ്ങനെയാണ്. ആരെങ്കിലും ആൾ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരെ നാട് കടത്താൻ വേണ്ടി ഗ്രാമസഭ കൂടി തീരുമാനിക്കും, അവരുടെ വീട് ആക്രമിക്കും, അവരെ കായികമായി ആക്രമിക്കും, അവരുടെ വീട് കത്തിച്ച് കളയും. ഇതൊക്കെയാണ് ജാർഖണ്ഡിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി. മധ്യപ്രദേശിൽ പോലും നമ്മൾ പലയിടത്തും കണ്ടു. സോ അത് ഇവിടെ ഉണ്ടാവും, സ്വാഭാവികമാണ്. എന്നിട്ടും അയാൾ ആ റിസ്ക് എടുക്കുന്നു. ഇപ്പോഴും അയാളുടെ പൊസിഷൻ ചേഞ്ച് പറയുന്നില്ല. വേണമെങ്കിൽ അയാൾക്കൊരു വീഡിയോയിലൊന്ന് കൈകൂപ്പി സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയാലോ. അതൊന്നും അയാൾ പറയുന്നില്ല എന്ന് മാത്രമല്ല, അയാളുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി പബ്ലിക്കായിട്ട് പല എം പിമാരും എം എൽ എമാരൊക്കെ വരുമ്പോൾ അവരെല്ലാം അയാൾ സ്വീകരിക്കുകയും അവരുടെ കൂടെയുള്ള പരിപാടിയിൽ നിന്നു കൊടുക്കുകയും അയാളുടെ പൊസിഷൻ ആവർത്തിച്ച് പറയുകയും അയാൾക്ക് കിട്ടിയ 2 ലക്ഷം രൂപ പ്രതിഫലം അയാൾക്ക് തനിക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അയാളുടെ ബോധ്യത്തെ നാം റെസ്പെക്റ്റ് ചെയ്യണം. അയാളൊരു വലിയ സിസ്റ്റത്തോട് പൊരുതുകയാണ്, പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമുള്ള ഒന്ന്. അങ്ങനെ പൊരുതിയ പല മനുഷ്യന്മാരും ഇന്ന് ഭൂമുഖത്തില്ല എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു സാധാരണ ഒരു വൈറൽ ഇവൻറ്റിലെ കേവലമായ കഥാപാത്രമല്ല, മറിച്ച് അയാളൊരു വലിയ രാഷ്ട്രീയ മെസ്സേജ് മുന്നിൽ വെച്ചുകൊണ്ട് വലിയൊരു ഭീകരരൂപിയായിട്ടുള്ള ഒരു സംവിധാനത്തോട് പൊരുതുകയാണ്. ആ മനുഷ്യനോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവണം. ഇന്ത്യ കടന്നു പോകുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു കാലഘട്ടത്തിൽ പൊരുതിയ ആളുകളുടെ കൂടെ രാഹുൽ ഗാന്ധി നമ്മൾ പറയുമല്ലോ. രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ എവിടെ വരെ നടന്നു, കശ്മീർ വരെ നടന്നു. ഉറപ്പായും വെറുപ്പിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ രാഹുൽ ഗാന്ധിയുടെ പേര് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കേണ്ടി വരും. ആ കൂട്ടത്തിൽ എഴുതി വെക്കേണ്ട പേരാണ് ദീപക്കിൻ്റെ പേര്. കാരണം അയാൾ ഇതിനെതിരെ ഒറ്റയ്ക്ക് പോരാടുകയാണ്. അങ്ങനെ പോരാടി വഴിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട് വിടുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ കൂട്ടത്തിലുള്ളൊരു പേര് എന്നതിലേക്കുള്ള സവിശേഷത അയാൾ ആർജിക്കുകയാണ്. നാളെ അയാളുടെ വിധി എന്താവും നമുക്കറിയില്ല. ആ റിസ്ക് അയാൾ ഏറ്റെടുക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. സോ അയാൾക്ക് അതിജീവിക്കാൻ കഴിയട്ടെ, കൂടുതൽ ആളുകളുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയട്ടെ. എന്താണോ ആ മനുഷ്യനൊക്കെ ആഗ്രഹിക്കുന്നത് ആ കാലം പുലരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.